അണയുവിൻ യുവജനമേ, ഒരു മനമോടെ ഒരു ജനമായി ഒരുമയോടെ യൂത്ത് ഫോർ ക്രൈസ്റ്റ്. അണയുവിൻ 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 യുവജനമേ, ഒരുങ്ങുവിൻ 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 യുവജനമേ. യോഹന്നാന്റെ സുവിശേഷത്തിലെ 4-ാമത്തെ അധ്യായത്തില് യാക്കോബിന്റെ കിണറിന്റെ സമീപത്ത് എത്തുന്ന യേശു അവിടെ വെള്ളം കോരാനായി വന്ന സമരിയാക്കാരി സ്ത്രീ, യഹൂദ സമൂഹത്തിൽ നിന്ന് ഭിന്നതയില് അകന്നു കഴിയുന്ന സമൂഹത്തിൽപ്പെട്ട സമരിയാക്കാരുടെ ഗ്രൂപ്പിൽ നിന്നുള്ള സ്ത്രീയോട് യേശു എനിക്ക് കുടിക്കാൻ തരിക എന്ന് ആവശ്യപ്പെടുമ്പോൾ അവൾ നൽകുന്ന മറുപടി എന്തായിരുന്നു? എന്താണ്? നീ യഹൂദനും ഞാൻ സമരിയാക്കാരി സ്ത്രീയും നമ്മൾ തമ്മിൽ കാര്യമായുള്ള സമ്പർക്കമോ ബന്ധമൊന്നും ഇല്ല, എന്നിട്ട് നീ എന്നോട് കുടിക്കാൻ ചോദിക്കുക. അത് കൊള്ളാലോ. അപ്പോഴാണ് യേശു അവളോട് പറയുന്നേ, നിന്നോട് കുടിക്കാൻ തരിക എന്ന് ആവശ്യപ്പെടുന്നത് ആരാണെന്ന് നീ കൃത്യമായി മനസ്സിലാക്കിയിരുന്നെങ്കിൽ നീ അവനോട് ചോദിക്കുകയും അവൻ നിനക്ക് ജീവന്റെ ജലം നൽകുകയും ചെയ്യുമായിരുന്നു. അപ്പോൾ അവൾക്കൊരു തമാശ. അവൾ പറഞ്ഞു, എന്നാ ഒരു കാര്യം ചെയ്യ്, കുറച്ചെനിക്ക് താ, ഇനി മേലാക്കം എനിക്ക് വെള്ളം കോരാൻ വരേണ്ട കാര്യമില്ലല്ലോ, ആ ഒരു ഭാരം ഒഴിവാക്കി കിട്ടാൻ നീ എന്നെ ഒന്ന് സഹായിക്കും. അപ്പോഴാണ് യേശു അവളോട് പറയുന്നത്, ഒരു കാര്യം ചെയ്യ്, ഞാനത് ചെയ്യാം, പക്ഷേ നിനക്ക് ദാഹിച്ചില്ലെങ്കിലും നിന്റെ ഭർത്താവിന് ദാഹിച്ചാൽ നീ വെള്ളം കോരാൻ വരണ്ടേ? വീട്ടിലെ ആവശ്യങ്ങൾക്ക് പിന്നെയും നീ തന്നെ ബുദ്ധിമുട്ടണം. നീ പോയി നിന്റെ ഭർത്താവിനെ വിളിച്ചോണ്ട് വാ, അവനും കൂടി ഞാൻ ഈ ദാഹജലം നൽകാം. അപ്പോഴാണ് അവള് വളരെ നല്ല മനസ്സോടുകൂടെ അവളുടെ പഴയ ചരിത്രമൊക്കെ മറച്ചു വെച്ചുകൊണ്ട് അവൾ പറഞ്ഞു, എന്താ പറഞ്ഞേ? അയ്യോ, എനിക്ക് ഭർത്താവില്ല, ഞാൻ ആള് പതിവ്രതയാ. അവൾ വളരെ അവളുടെ പഴയകാല ചരിത്രമൊക്കെ മറച്ചു വെച്ചുകൊണ്ട് അവളെ തന്നെ ചിത്രീകരിക്കുകയാണ്, എനിക്ക് ഭർത്താവില്ല. യേശു അവളോട് പറയുന്നുണ്ട്, യെസ്, നീ പറഞ്ഞത് ശരിയാ, നിനക്ക് 5 പേര് ഉണ്ടായിരുന്നു, ഇപ്പൊ ഒരാളുള്ളത് ഒറിജിനലും അല്ല. അപ്പൊ അതുകൊണ്ട് what you said is correct. ആ ഒരു സമയത്താണ് അവളിൽ ഒരു ടേണിംഗ് പോയിന്റ് സംഭവിക്കുന്നത്. അയ്യോ, ഞാൻ ഇവനെ ആദ്യമായിട്ട് കാണുന്നു, ഈ ആദ്യമായിട്ട് കാണുന്ന ഈ വ്യക്തി എങ്ങനെ എന്നെ കുറിച്ച് ഇതുപോലെ കൃത്യമായിട്ട് പറയുന്നു? ചിലപ്പോ ധ്യാനത്തിന്റെ ഇടയിൽ നമ്മൾ കൗൺസിലിങ്ങിന് ചെന്നിരിക്കുമ്പോൾ കൃപയുള്ളവരാണെങ്കിൽ നമ്മുടെയൊക്കെ ജീവിത ചരിത്രം എന്താണെന്നുള്ളത് നമ്മൾ പോലും അറിയാതെ നമ്മുടെ മുമ്പിൽ അവർ തുറന്നു വയ്ക്കും. എന്നെ എങ്ങനെ അറിയാം? ഈശോ കാണിച്ചു തന്നതാ. ഈശോ എങ്ങനെയാ കാണിച്ചു തരണേ? അത് പ്രാർത്ഥിക്കുമ്പോൾ ഈശോ വെളിപ്പെടുത്തി തരുന്നതാണ്. ചിലർക്ക് അതിനുള്ള വരമുണ്ട്. യേശു അവളോട് പറഞ്ഞത് അവളുടെ പഴയ ജീവിതത്തെ കുറിച്ചാണ്. കൃത്യമായ രീതിയിൽ അത് പറഞ്ഞു കഴിഞ്ഞപ്പോഴാണ് അവളൊരു ടേണിംഗ് പോയിന്റ്. സംശയമായി, എൻ്റെ അച്ഛാ അതിന് കൗൺസിലിങ്ങിന് പോയ പ്രശ്നമാകും, അതുകൊണ്ട് ഞാൻ പോണില്ല കേട്ടോ, ഉള്ള സമാധാനം കളയണ്ടല്ലോ എന്ന് വിചാരിക്കേണ്ട കാര്യമൊന്നുമില്ല മക്കളെ. നമുക്ക് വേണ്ടത് എന്താണ്? നാം ആരാണ് എന്ന് കൃത്യമായി അറിയാനുള്ള ഒരു ആഗ്രഹം നമ്മുടെ മനസ്സിലുണ്ടാകണം. യേശുവിന്റെ മുൻപില്, യേശു പകർന്നു തരുന്ന വെളിച്ചത്തില്, യേശു നമുക്ക് നൽകുന്ന ബോധ്യങ്ങളില്, ഹു ആം ഐ, ഞാൻ ആരാ, എന്തിനു വേണ്ടിയിട്ടാണ് ദൈവം എന്നെ സൃഷ്ടിച്ച് ഈ ഭൂമിയിലേക്ക് അയച്ചിരിക്കുന്നത്, എന്തെങ്കിലും ലക്ഷ്യം എന്നിലൂടെ നിർവഹിക്കാൻ ദൈവം ആഗ്രഹിക്കുന്നുണ്ടോ? ഇത് ഞാൻ മനസ്സിലാക്കിയാൽ ജീവിതം കുറെ കൂടി സുന്ദരമായിരിക്കും. ആ സ്ത്രീക്ക് ആദ്യം ക്രിസ്തു നൽകാൻ ആഗ്രഹിച്ചത് ജീവന്റെ ജലത്തേക്കാൾ ഉപരിയായിട്ട് അവളുടെ ജീവിതത്തെ കുറിച്ചുള്ള ബോധ്യങ്ങളാണ്.
ആ ബോധ്യങ്ങൾ സ്വീകരിച്ച നിമിഷത്തിലാണ് അവൾക്കൊരു മാറ്റം ഉണ്ടാകുന്നത്. അവൾ ഉടനെ പറയുന്നത് എന്താ? ഞങ്ങളുടെ പിതാക്കന്മാര് ഈ മലയിലാണ് ആരാധിച്ചത്. എന്നാൽ യഥാർത്ഥ ആരാധന ജെറൂസലേമിലാണ് ഞങ്ങൾക്കറിയാം. എന്താണ് നിന്റെ അഭിപ്രായം? യേശുവിന്റെ അടുക്കല് സമയം ചെലവഴിച്ചപ്പോൾ യേശു അവൾക്ക് അവൾ ആരാണെന്ന് അറിയാൻ അവസരം കൊടുത്തു. അറിയുന്ന അവളെ അംഗീകരിക്കാനുള്ള സാഹചര്യം സൃഷ്ടിച്ചു. ആ ഒരു സ്വയം അവബോധത്തിൽ നിന്ന് അവൾ ഉടനെ ഉണർന്നെഴുന്നേൽക്കുന്നത് ദൈവത്തെക്കുറിച്ചുള്ള അറിവിലേക്കായിരുന്നു. ആ ദൈവത്തെക്കുറിച്ചുള്ള അറിവ് അവൾക്ക് ലഭിച്ചപ്പോൾ എന്ത് സംഭവിച്ചു? അവൾ ആദ്യത്തെ പ്രേക്ഷിതയായിട്ട് അവൾ ഇറങ്ങിത്തിരിച്ചു. ദൈവം എന്നെ ഏൽപ്പിച്ചയക്കുന്ന ചില ദൗത്യങ്ങൾക്ക് ദൈവം പകരത്തിന് വേറെ ആരും വെച്ചിട്ടില്ല എന്ന് വിശ്വസിക്കുന്ന ആളാണ് ഞാൻ. കാരണം ന്യൂമാൻ്റെ ഒരു പ്രാർത്ഥനയുണ്ട്, ഐ ആം ക്രിയേറ്റഡ് ടു ഡു സംതിങ് ഡിഫറെന്റ്. ഐ ആം ക്രിയേറ്റഡ് ടു ഡു സംതിങ് ഫോർ വിച്ച് നോ വൺ എൽസ് ഹാസ് ക്രിയേറ്റഡ്. വേറെ ആരും ഏൽപ്പിക്കപ്പെടാത്ത, വേറെ ആർക്കും നൽകപ്പെടാത്ത വളരെ വ്യത്യസ്തമായ ഒരു ദൗത്യം നിർവഹിക്കാൻ തന്നെയാണ് ദൈവം എന്നെ അയച്ചിരിക്കുന്നത്. നമുക്കറിയാം, ഈ സമയം എന്ന് പറയുന്നത് ഇങ്ങനെയുള്ള അന്വേഷണം നടത്തുന്നതിനേക്കാൾ ഉപരിയായിട്ട് നമ്മൾ മിക്കവാറൊക്കെ ചില ചെറിയ ഗ്രൂപ്പുകളിൽ ഒതുങ്ങാനാണ് ഇഷ്ടം. ഒരു പിയർ ഗ്രൂപ്പ് ഉണ്ട്, സമാന ചിന്താഗതിക്കാര്, ഒരേ സ്വഭാവമുള്ളവര്. അവരൊക്കെ അറിയാതെ അതിൻ്റെ ഒരു ഭാഗമായിട്ട് നിൽക്കും. അപ്പൊ എന്തുണ്ടാകും? എൻ്റെ ഇഷ്ടത്തെക്കാൾ ഗ്രൂപ്പിൻ്റെ ഇഷ്ടം ഞാൻ നിർവഹിക്കാൻ ശ്രമിക്കും. എനിക്ക് എൻ്റെതായിട്ടുള്ള ജീവിത ദർശനമുണ്ടെന്നും ചില കാര്യങ്ങളോട് നോ പറയേണ്ടടുത്ത് നോ പറയാനായിട്ട് എനിക്ക് പറ്റുമെന്നും യെസ് പറഞ്ഞ് ഞാൻ ഇറങ്ങിച്ചെല്ലേണ്ടടുത്ത് ഇറങ്ങിച്ചെല്ലുമെന്നൊക്കെ പറയാനുള്ള ധീരതയുണ്ടോ? നാടോടുമ്പോ നടുവേ ഓടാന്നല്ലാതെ നമ്മളൊക്കെ ഇങ്ങനെ ഒറ്റപ്പെട്ടു പോയാലേ എൻ്റെ അച്ഛൻ അങ്ങനെ പറയാം, പിന്നെ ആരും ഉണ്ടാവില്ല കൂട്ട്. പിയർ ഗ്രൂപ്പ് പ്രഷർ. ചിലപ്പോഴൊക്കെ ഈ പ്രായത്തിൽ സംഭവിക്കാനുള്ള മറ്റൊരു വലിയ ഒരു അപകടം എന്ന് പറഞ്ഞാല് എന്ത് മതം, ഈ മതമൊക്കെ എന്തിനു വേണ്ടിയിട്ടാ? ഞങ്ങളുടെ സ്വാതന്ത്ര്യം കവർന്നെടുക്കാനായിട്ട്, ഞങ്ങളുടെ പല നല്ല ആഗ്രഹങ്ങളെയും ഇല്ലായ്മ ചെയ്യാനായിട്ടാണ് മതം ആവിർഭവിച്ചത്. ഈ ദൈവം എന്ന് പറഞ്ഞ ആരാ? ഓ എന്നാ ദൈവം? ഓ അതിനൊക്കെ ഒരു സമയം വരും അച്ഛാ, ദൈവത്തെ വിളിക്കാനേ ഒരു സമയം വരുമെന്ന്, അപ്പൊ വിളിച്ചോളാം. മതരഹിതമായ ആത്മീയതയോടൊരു ആഭിമുഖ്യം. മറ്റൊരു വലിയ പ്രശ്നം, ചിലപ്പോ ഞങ്ങളെ വേണ്ട രീതിയിൽ അംഗീകരിക്കുന്നില്ല. ഞങ്ങൾ ആരാണെന്ന അച്ഛൻ്റെ വിചാരം. വലിയ സംഭവമല്ലേ ഈ സംഭവമാണെന്ന് ആർക്കറിയാം? എനിക്ക് മാത്രമേ അറിയുള്ളൂ. എൻ്റെ വീട്ടിലും അവർക്കറിയില്ല, കോളേജിലും അവർക്കറിയില്ല, നാട്ടിൽ ആർക്കും അറിയില്ല. എനിക്കും അറിയാം അല്ലേ? വേറെ ആരും മനസ്സിലാക്കുന്നില്ല. പൂർണ്ണമായി അംഗീകരിക്കപ്പെടുന്നില്ല എന്നുള്ള വലിയൊരു സ്ട്രെസ്സും ഇന്ന് ഈ സമൂഹം അനുഭവിക്കുന്നു എന്നുള്ളതാണ് പഠനങ്ങൾ പറയുക. ചിലപ്പോ ആരോഗ്യകരമായുള്ള ബന്ധങ്ങൾ നിലനിർത്താനുള്ള പ്രയാസവും, നല്ല ഹെൽത്തി റിലേഷൻഷിപ്പ്. +2 വരെയൊക്കെ ഞങ്ങൾക്ക് നല്ല കൂട്ടുകാരൊക്കെ ഉണ്ടായതായിരുന്നു. പിന്നെ ഒക്കെ ഓരോ വഴിക്ക് തിരിഞ്ഞു. പിന്നെ ആരും വിളിക്കാറും ഇല്ല, വേറെ വലിയ കണക്ഷനൊന്നും ഇല്ല. ഇപ്പൊ ഒക്കെ പുതിയ കൂട്ടുകാരാ. ഇത് എത്ര നാളുണ്ടാവും ആർക്കറിയാം? എന്തെങ്കിലും പ്രശ്നങ്ങളോ പ്രതിസന്ധികളോ ഒക്കെ തരണം ചെയ്യാനായിട്ട് കൂടെ നിൽക്കാനായിട്ട് ആരെങ്കിലും ഉണ്ടാവോ? ഓ കുറെ കഴിയുമ്പോ ഒരു തരം എന്താ പറയാ, ലോ സെൽഫ് എസ്റ്റീം. എന്നെ ഒന്നിനും കൊള്ളില്ല, എനിക്കൊന്നും ചെയ്യാനുള്ള കഴിവുമില്ല. ചിലപ്പോ എൻ്റെ വ്യക്തിപരമായ പ്രശ്നമാകാം, ചിലപ്പോ വീട്ടിലെ പ്രശ്നങ്ങളാകാം, ചിലപ്പോ സമൂഹത്തിന്റെ പ്രശ്നമാകാം. ആകെ കൂടെ ഞാൻ ഇങ്ങനെ കിടന്ന് വല്ലാതെ ഒരു ഇട്ടാവട്ടത്തിൽ കിടന്ന് സ്ട്രഗിൾ ചെയ്യുന്നൊരവസരം. പിന്നെ എല്ലാ കാര്യത്തിനും ആരെങ്കിലും ആശ്രയിക്കേണ്ടേ ഫാദറെ?
മൊബൈൽ ചാർജ് ചെയ്യാൻ തന്നെ കാശിന് വേണ്ടിയിട്ട് ഞങ്ങൾ എന്തോരം തല്ലുകൂടിയിട്ടാ കിട്ടണമെന്നറിയാവോ? അതിനുവേണ്ടി എന്തെല്ലാം അഭ്യാസങ്ങളാണ് നടത്തണേ. ഇനി ചിലപ്പോൾ ആഗ്രഹിച്ച ജോലി കിട്ടുന്നില്ല, ചിലപ്പോൾ കിട്ടിയാലും അതിന് വേണ്ട രീതിയിലുള്ള ഒരു റെസ്പെക്റ്റ് കിട്ടാതെ പോകുന്നു. വിദ്യാഭ്യാസ സമ്പ്രദായങ്ങളിൽ വരുന്ന മാറ്റങ്ങൾ, പലപ്പോഴും ലൈംഗികപരമായ കാര്യങ്ങളിൽ നമ്മൾ അനുഭവിക്കുന്ന വെല്ലുവിളികൾ, പണത്തിനോടും പദവികളോടും തോന്നുന്ന ആകർഷകത്വം തുടങ്ങിയ കുറേയേറെ മേഖലകൾ നമ്മുടെ മുമ്പിൽ ഒരു ക്രൈസിസ് ആയിട്ട് നിൽക്കുന്നുണ്ട്. ആ ഒരു ക്രൈസിസിനെയൊക്കെ ഓവർകം ചെയ്യാനായിട്ട് നമുക്ക് പറ്റിയാൽ, അതിനെയൊക്കെ മറികടന്നുകൊണ്ടുള്ളൊരു ജീവിതശൈലി സ്വന്തമാക്കാനായിട്ട് സാധിച്ചാൽ, അതായിരിക്കും ഈ Y4Cയുടെ വലിയ വിജയമായിട്ട് ഞാൻ കാണുക. അവിടെയാണ് യുവജനങ്ങൾ ഇന്ന് ഈശോ എന്ന യുവാവിലേക്ക് നമ്മുടെ ശ്രദ്ധയെ കൊണ്ടുവരേണ്ടത്. ഈശോ എന്ന യുവാവ്, ചരിത്രപുരുഷനായ ഈശോയെ കുറിച്ച് നമുക്ക് വളരെ വ്യക്തമായിട്ടുള്ള ബോധ്യങ്ങളൊക്കെ ഉണ്ടാകാം. ഒത്തിരിയേറെ കാര്യങ്ങൾ നമ്മൾ പഠിച്ചിട്ടുണ്ട്. Who was Jesus? ചരിത്രത്തിലെ ക്രിസ്തുവിനെ, പഠിച്ചറിഞ്ഞ ക്രിസ്തുവിനെ അനുഭവത്തിലെ ക്രിസ്തുവാക്കി മാറ്റാനുള്ള ഒരു ചലഞ്ചാണ് നമുക്കുള്ളത്. എങ്ങനെ എനിക്ക് ഈ യേശുവിനോടുള്ള ഒരു ബന്ധത്തിൽ വളരാനായിട്ട് സാധിക്കും? ദൈവത്തിൽ വിശ്വാസമുണ്ടോ എന്നുള്ള ചോദ്യം നമ്മുടെ മുമ്പിലൊക്കെ നമ്മൾ ഉയർത്തേണ്ട ഒരു ചോദ്യമാണ്. എന്നാൽ അതിൻ്റെ ഒപ്പം നാം കൃത്യമായ രീതിയിൽ മനസ്സിലാക്കേണ്ട ചില വിശ്വാസത്തിന്റെ യാഥാർത്ഥ്യങ്ങളുണ്ട്. വിശ്വാസം എന്നുള്ളത് അറിവും അറിഞ്ഞ് ആശ്രയിക്കലുമാണ്. ആരെയാണ് അറിയേണ്ടത്? എന്തിനാണ് വിശ്വാസം അർപ്പിക്കേണ്ടത്? കത്തോലിക്കരായ നമുക്ക് നമ്മുടെ വിശ്വാസ സംഹിതയിൽ വളരെ വ്യക്തതയോടുകൂടെ നമ്മൾ മനസ്സിലാക്കുകയും പഠിക്കുകയും ആവർത്തിക്കുകയും ചെയ്യുന്ന 12 വിശ്വാസ സത്യങ്ങളുണ്ട്. ഈ വിശ്വാസ പ്രമാണം ആവർത്തിക്കുന്നവരാണ് നമ്മൾ, വിശ്വാസത്തോടെ പ്രാർത്ഥിക്കുന്നവരാണ് നമ്മൾ. പക്ഷേ എവിടെയാണ് നമ്മൾ എത്തി നിൽക്കുന്നതെന്ന് ചോദിച്ചാൽ പലപ്പോഴും വലിയ സംശയമാണ്. വിശ്വാസത്തിന്റെ അറിവിന്റെ തലം അത് പൂർണ്ണമാകണം. ദൈവത്തെക്കുറിച്ചുള്ള അറിവ് അത് ബുദ്ധിയുടെ തലത്തിലുള്ള അറിവാണ്. എന്നാൽ ഈ അറിവിൽ നിന്ന് അനുഭവത്തിലേക്കുള്ളൊരു വളർച്ച നമ്മിൽ സംഭവിക്കണം. അറിവിൽ നിന്ന് അനുഭവത്തിലേക്ക്, വിശ്വാസത്തിന്റെ അനുഭവത്തിലേക്ക്. ഈ വിശ്വാസത്തിന്റെ അനുഭവമായിരിക്കണം നമ്മെ മുന്നോട്ട് നയിക്കേണ്ടത്. ദൈവം വെളിപ്പെടുത്തിയ കാര്യങ്ങളൊക്കെ വിശ്വസിച്ച് ഏറ്റുപറയുന്നതോടൊപ്പം തന്നെ ആ ദൈവത്തിൽ ആശ്രയിച്ച് മുന്നോട്ട് പോയാൽ ദൈവമെല്ലാം നന്മയ്ക്കായിട്ട് തീർക്കുമെന്ന് പറയുന്ന ബോധ്യത്തോടുകൂടെ ജീവിതത്തെ നോക്കിക്കാണാനായിട്ട് കഴിയുക. ഇതാണ് നാം ഇന്ന് സ്വന്തമാക്കേണ്ടത്. മക്കളെ, ഞാൻ വരുന്നത് ഒരു സാധാരണ കുടുംബത്തിൽ നിന്നാണ്. എൻ്റെ കുടുംബത്തിൽ എൻ്റെ മാതാപിതാക്കൾക്ക് ഞാൻ രണ്ടാമത്തെ മകൻ, എന്നെ മൂത്ത സഹോദരി ഒരു ചേച്ചി, പിന്നെ ഞാൻ, പിന്നെ താഴെ ഒരു സഹോദരി. ഞങ്ങൾ 3 മക്കളായിരുന്നു ആദ്യം. ഞാൻ 4ാം ക്ലാസ് മുതൽ പള്ളിയിൽ കുർബാനയ്ക്ക് കൂടാൻ പോകുമായിരുന്നു. അന്ന് CMC-കാരുടെ ഒരു കോൺവെന്റ് ഉണ്ടായിരുന്നു. അവിടെയാണ് ഞാൻ കുർബാനയ്ക്ക് കൂടാൻ പോയിരുന്നത്. അപ്പൊ അന്ന് മുതൽ എൻ്റെ മനസ്സിൽ വലിയൊരു ആഗ്രഹം ഉണ്ടായിരുന്നു. എന്താണ്? അച്ഛനാണ്. അങ്ങനെ ഇങ്ങനെയുള്ള ഒരു മിനിസ്ട്രി ഒന്നും മുന്നിൽ കണ്ടുകൊണ്ടല്ല അന്ന് ആഗ്രഹിച്ചത്. അന്ന് വിചാരിച്ചുകൊണ്ടിരുന്നത് മഠത്തിലൊക്കെ പോയാൽ നല്ല കാപ്പി കിട്ടും, നല്ല ഭക്ഷണം കിട്ടും. അന്നത്തെ കാലത്ത് അതൊക്കെയായിരുന്നു വലിയ ആഗ്രഹങ്ങൾ. അതിൻ്റെയൊക്കെ ഒരു ഭാഗമായിരിക്കണം ഒരു പക്ഷേ ഇങ്ങനെയൊക്കെ ആഗ്രഹിച്ചത്. പക്ഷെ ഞാൻ ആഗ്രഹിച്ചപ്പോൾ എൻ്റെ വീട്ടിലൊക്കെ പറഞ്ഞു തുടങ്ങി, നീ ഒരു മകനല്ലേ ഉള്ളൂ, ഒരു ആൺകുട്ടിയല്ലേ ഉള്ളൂ, അപ്പോൾ നീ പോയി കഴിഞ്ഞാൽ അപ്പൻ്റെ അമ്മയുടെയും കാര്യം ആരാ നോക്കുക, അതുകൊണ്ട് നീ അങ്ങനെയൊന്നും ചിന്തിക്കേണ്ട എന്ന് എൻ്റെ ബന്ധുക്കളൊക്കെ പറയുമായിരുന്നു. എന്തിനു പറയണു? ഞാൻ 7ാം ക്ലാസ്സിൽ പഠിക്കുന്ന സമയത്ത്, എൻ്റെ അനുജത്തിക്ക് 10 വയസ്സായ സമയത്ത്, അപ്പോൾ ദൈവത്തിന് തോന്നി ഇവൻ ഇങ്ങനെ ഒരു ആഗ്രഹം ഉണ്ടെങ്കിൽ അത് തടസ്സപ്പെടുത്തണ്ടല്ലോ എന്ന് വിചാരിച്ചിട്ടാകാം ദൈവം 10 വർഷത്തെ ഇടവേളയ്ക്ക് ശേഷം ഞങ്ങളുടെ വീട്ടിൽ 2 മക്കളെ, ഇരട്ട കുട്ടികളെ ഒരുമിച്ച് തന്നു. എൻ്റെ അമ്മച്ചി വീണ്ടും പ്രസവിച്ചു എന്ന്. അത് 2 കുട്ടികളെ.
അത് ഒരു ആണും ഒരു പെണ്ണും. സ്വാഭാവികമായിട്ട് ഞങ്ങളെ അടുത്തറിയുന്നവരും അയൽപക്കക്കാരും ഒക്കെ അവരിങ്ങനെ ഉള്ളിൽ പറഞ്ഞു, ഓ 3 മക്കൾ മതിയായിരുന്നു, എന്തിനാ ഇപ്പോൾ 2 പിള്ളേര്, ഇനി ഇവറ്റങ്ങളെ കൂടി വളർത്തിയെടുക്കണ്ടേ, ഓൾറെഡി ഇത്രയൊക്കെ ആയ പിള്ളേരാണ്, ഒരുവിധമൊക്കെ സാഹചര്യത്തിലൊക്കെ മുന്നോട്ട് പോകുന്നൊരവസ്ഥയിൽ ദൈവം എന്തുകൊണ്ടായിരിക്കാം ഇങ്ങനെയൊരു 2 മക്കളെ കൂടി നൽകിയത്? അന്ന് എൻ്റെ അപ്പച്ചനും അമ്മച്ചിയും വളരെ ബോധ്യത്തോടുകൂടെ പറഞ്ഞൊരു കാര്യമുണ്ട്. അതേ, മുകളിലൊരാളുണ്ട്, അങ്ങേര് എന്തോ നമ്മുടെ കുടുംബത്തെ കുറിച്ച് പ്ലാൻ ചെയ്യുന്നുണ്ട്. അതുകൊണ്ടാണ് ഇങ്ങനെ വൈകിയ വേളയിൽ 2 പിള്ളേരെ തന്നത്. ആ പിള്ളേർ ജനിച്ച് 3 വർഷം കഴിഞ്ഞപ്പോൾ 4ാമത്തെ വർഷം ഞാൻ 10ാം ക്ലാസ് പാസ്സായി. ഞാൻ പറഞ്ഞു, എനിക്ക് സെമിനാരിലേക്ക് പോകണം. ഞാൻ പോയാലും ഇവിടെ ആരുണ്ട്? വേറൊരു ആൺകുട്ടി ഉണ്ടല്ലോ, അവൻ നോക്കിക്കോളൂ അപ്പനെ അമ്മേനെ. അങ്ങനെ ഞാൻ സെമിനാരിലേക്ക് പോയി. അപ്പോൾ ആൾക്കാർ പറഞ്ഞു, കണ്ടോ തമ്പുരാൻ്റെ പണി കണ്ടോ, തമ്പുരാൻ അത് നേരത്തെ അറിഞ്ഞതിൻ്റെ പേരിൽ ഇങ്ങനൊരു മകനെ ഇത്രയും വർഷത്തെ ഗ്യാപ്പിന് ശേഷം നൽകിയതാണ് എന്ന് ജനം പിന്നീടാണ് മനസ്സിലാക്കിയത്. ഞാൻ സെമിനാരിയിൽ ചേർന്ന് പഠനമൊക്കെ ആരംഭിച്ച് വളരെ തീക്ഷ്ണതയോട് പഠിച്ചുകൊണ്ടിരിക്കുന്നു. 2ാമത്തെ വർഷം ഞാൻ അവധിക്ക് വീട്ടിലേക്ക് വന്നപ്പോൾ വീട്ടിൽ 2 പുതിയ ആളുകൾ കൂടി വന്നേക്കണു. എന്താ മനസ്സിലായേ? വീണ്ടും ഇരട്ട കുട്ടികൾ വീട്ടില് ജനിച്ചിരിക്കണമെന്ന്. 3 മക്കളായിരുന്ന ഞങ്ങള് 5 ആയി. 5 കഴിഞ്ഞിട്ട് ഒരു 6 വർഷം കഴിഞ്ഞ് 7ാമത്തെ വർഷത്തില് അത് വീണ്ടും 7 ആയേക്കാണ്. ഞങ്ങളുടെ ആളുകളൊക്കെ വന്ന് ഒരല്പം പരിഹാസവും വിഷമൊക്കെ ആയിട്ട് അവർ പറഞ്ഞു, നിങ്ങൾ എന്ത് ഭാവിച്ചാ, ഇത്രയൊക്കെ മതിയില്ലേ, 5 പിള്ളേരുണ്ടല്ലോ. അപ്പോഴും എൻ്റെ മാതാപിതാക്കള് വളരെ ശക്തമായിട്ട് വാദിച്ചുകൊണ്ടിരുന്നൊരു കാര്യമുണ്ട്. അതെ, ഇതൊക്കെ തമ്പുരാന്റെ പണിയാണ്. തമ്പുരാന്റെ പണി. കാര്യം തമ്പുരാന്റെ പണിയാണ്, ചെറിയ പിടിപ്പൊക്കെ നമുക്ക് വേണ്ടേ എന്നുള്ളതാണ് ജനം പറയുന്നത്. പക്ഷേ ഈ മാതാപിതാക്കള് അന്നും പറഞ്ഞിരുന്നത് ദൈവം തന്നതാണ്, ദൈവത്തിന് എന്തോ ലക്ഷ്യമുണ്ട്. വർഷങ്ങൾ കഴിഞ്ഞു. എൻ്റെ താഴെയുള്ള അനുജനും അവനും വിചാരിച്ചു ഇതുപോലെ ഒരു വൈദിക ജീവിതമാണ് അവനും ദൈവം വെച്ചിരിക്കുന്നതെന്ന് കണ്ടെത്തി. അവൻ ആഫ്രിക്കയിൽ ഒരു മിഷണറി ആകാനായിട്ട് ആഗ്രഹിച്ചു. അവൻ സലേഷ്യൻ സഭയിൽ ചേർന്നു. അവൻ്റെ തിരുപ്പട്ട സ്വീകരണവും എൻ്റെ മാതാപിതാക്കളുടെ വിവാഹത്തിൻ്റെ 50ാം വർഷവും ഞങ്ങൾ ഒരുമിച്ചാണ് ആഘോഷിച്ചത്. ആ സമയത്ത് എൻ്റെ നേരെ താഴെയുള്ള അനുജൻ, അവൻ കുടുംബത്തെ നോക്കാൻ അവൻ മാത്രമേ, ആണുങ്ങൾ പിന്നെ അവൻ മാത്രമേ ഉള്ളൂ. അവൻ അമേരിക്കയിൽ പോയി, അവൻ അവിടെ സെറ്റിൽ ചെയ്തു. അവൻ്റെ വൈഫും പിള്ളേരൊക്കെ അവിടെ തന്നെയാണ്. അവൻ വലിയൊരു വീടൊക്കെ വച്ചു. ഞങ്ങൾക്ക് എല്ലാവരും വന്നാലും, ഞങ്ങൾ 26 പേരുണ്ട് മൊത്തം വീട്ടിൽ നോക്കിക്കഴിഞ്ഞാൽ, പേരക്കിടാങ്ങളും മക്കളും മരുമക്കളും ഒക്കെ അടക്കം. എല്ലാവർക്കും വേണ്ടിയുള്ള വലിയ വീടും വെച്ചു. ഈ ആഘോഷങ്ങളൊക്കെ ഒരുമിച്ച് നടത്തിയപ്പോൾ ഈ ജനം മുഴുവൻ പറഞ്ഞു, എന്താ പറഞ്ഞേ, ഹോ എന്തൊരു ഭാഗ്യം ചെയ്ത അപ്പനും അമ്മയും. കണ്ടോ, ദൈവം അവരെ അനുഗ്രഹിച്ചു, ദൈവം അവരെ സംരക്ഷിച്ചു. അപ്പനാവണമെങ്കിൽ ഇങ്ങനെ ആവണം. അന്ന് പബ്ലിക് മീറ്റിങ്ങിൽ ഞങ്ങൾ അപ്പച്ചനോട് ചോദിച്ചു, അപ്പച്ച ഇപ്പൊ എന്താ തോന്നണേ? ഇപ്പൊ 84 വയസ്സുണ്ട് എൻ്റെ ഫാദറിന്. ഇപ്പോഴും എല്ലാ ദിവസവും മുടങ്ങാതെ പള്ളിയിൽ പോകും. രാവിലെ 5:20 ആകുമ്പോൾ വീട്ടിൽ ഓട്ടോറിക്ഷ വരും. ഇപ്പൊ വീട്ടിൽ അപ്പച്ചനും അമ്മയും തന്നെയുള്ളൂ. 5:20 ഓട്ടോറിക്ഷയിൽ അവർ പോയാൽ 5:30 പള്ളിയിൽ ആരാധനയുണ്ട്, 6 മണിക്ക് ദിവ്യബലിയുണ്ട്. അത് കഴിഞ്ഞിട്ടേ ഇവർ രണ്ടാളും തിരിച്ചു വരുള്ളൂ. വൈകുന്നേരങ്ങളിലെ കുടുംബ പ്രാർത്ഥന ഇതുവരെ മുടക്കിയതായിട്ട് ഞങ്ങൾക്കറിയില്ല. ദൈവത്തിൽ ആശ്രയിച്ച് ജീവിച്ചിരുന്നവർക്കൊക്കെ അവർക്കൊരു ബോധ്യം ഉണ്ടായിരുന്നു. എന്താണ്? ദൈവം എന്തൊക്കെ സാഹചര്യങ്ങളിലൂടെ ഞങ്ങളെ കടത്തിവിട്ടാലും
ദൈവം എല്ലാം നന്മയ്ക്കായി തീർക്കും എന്ന്, നോട്ട് ഇൻ അവർ ടൈം ബട്ട് ഇൻ ഹിസ് ടൈം. വിശ്വാസം എന്നുള്ളത്, ദൈവത്തെ അറിയുക എന്നുള്ളത്, ദൈവത്തിൽ ആശ്രയിക്കുക എന്നുള്ളത് നമ്മുടെ ജീവിതത്തിന്റെ ഒരു ഭാഗമാക്കി മാറ്റുമ്പോൾ ആ ദൈവം സമയാസമയങ്ങളിൽ ഇടപെടുന്ന ഒരു ദൈവമാണ് എന്ന് പൂർണ്ണമായിട്ടും നമ്മൾ ഉറപ്പിക്കണം. നമ്മുടെ ഈ ഒരു കാലഘട്ടത്തിലൂടെ നമ്മൾ കടന്നു പോകുമ്പോൾ നമ്മുടെ മുമ്പിൽ ഒത്തിരിയേറെ പ്രതിസന്ധികളും വെല്ലുവിളികളും ഒക്കെ ഉണ്ടാകും. ചുരുക്കം ചില കേന്ദ്രങ്ങളിൽ നമ്മെ പുറകിലേക്ക് വലിക്കും. പള്ളിയിൽ പോയിട്ട് കാര്യമില്ല എന്ന് പറയും, ദൈവത്തിൽ ആശ്രയിച്ചിട്ട് ഇത്രയൊക്കെ സംഭവിക്കാനുള്ളെന്ന് പറയും. പക്ഷേ ഈ ഒരു ദൈവം നമ്മുടെ ജീവിതത്തിൽ ഇടപെടുന്ന ഒരു ദൈവമാണ് എന്ന് പൂർണ്ണമായിട്ടും നാം മനസ്സിലാക്കി തന്നെ ജീവിക്കണം. ആ ഒരു ദൈവത്തിൽ ആശ്രയിച്ചാൽ ദൈവം ഇന്നല്ലെങ്കിൽ നാളെ എനിക്ക് നൽകുന്ന സുന്ദരമായ ഒരു ജീവിതമുണ്ട് എന്ന് മനസ്സിൽ ഉറപ്പിക്കണം. സമരിയാക്കാരി സ്ത്രീ അവളുടെ അന്വേഷണത്തിൽ അവൾ അറിയാൻ ആഗ്രഹിച്ചത് ദൈവം ആരാണ് എന്ന്. ആ അറിവ് ലഭിച്ചപ്പോഴാണ് അവൾ പിന്നീട് സമൂഹത്തിലേക്ക് ഇറങ്ങിച്ചെന്നുകൊണ്ട് സമൂഹത്തിലുള്ള വ്യക്തികളുടെ മുൻപിൽ അവളുടെ സാക്ഷ്യം അവൾ വെളിപ്പെടുത്തുന്നേ. ഞാൻ ചെയ്ത കാര്യങ്ങൾ എന്നോട് പറഞ്ഞ ഒരുവനെ ഞാൻ കണ്ടെത്തിയിരിക്കുന്നു, നിങ്ങളും വന്ന് കാണുക. മക്കളെ, നിങ്ങളുടെ ദൗത്യം ഇവിടെയാണ്. ഈ വചനകൂടാരത്തില് തമ്പുരാന്റെ വചനത്തിൽ ആശ്രയിച്ചുകൊണ്ട് തമ്പുരാന്റെ മുഖത്ത് നിന്ന് കൃത്യമായിട്ടൊന്ന് മനസ്സിലാക്കാൻ ശ്രമിക്കുക, നാം ആരാണ്. ആ ഒരു സ്വയം അവബോധത്തിൽ നിന്നാണ് ദൈവത്തെ കുറിച്ച് ഉള്ള അനുഭവത്തിലേക്ക് നാം വളരുക. സ്വയാവബോധം ദൈവാവബോധത്തിലേക്ക് നമ്മെ നയിക്കും. ആ ദൈവാവബോധം ഉണ്ടായാലോ പിന്നെ നമുക്ക് വെറുതെ ഇരിക്കാൻ സാധിക്കില്ല. പിന്നെ നമ്മൾ എന്ത് ചെയ്യും? നമ്മൾ ഇറങ്ങി പ്രവർത്തിക്കും. എവിടേക്ക്? ദൈവം ആവശ്യപ്പെടുന്ന ഇടങ്ങളിലേക്ക്.